മിശിഹായിൽ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഏതാനും പ്രധാന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാനാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. ഒക്ടോബർ മാസം പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രതിഷ്ഠിതമായ ജപമാല മാസമാണ്. 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ നാം ആഘോഷിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ തേടി ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ ജപമാലയിലൂടെ ധ്യാനിക്കുന്ന നമുക്ക് ഈ അവസരം കുടുംബങ്ങളുടെയും സഭയുടെയും ശാക്തീകരണ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുഗ്രഹദായകമാക്കാം. പ്രേക്ഷിത ചൈതന്യം പ്രകടിപ്പിക്കുന്ന മിഷൻ മാസമായും നാം ഒക്ടോബർ ആചരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവത്തെ ആസ്പദമാക്കി ജ്വലിക്കുന്ന ഹൃദയങ്ങൾ, ചലിക്കുന്ന പാദങ്ങൾ, ലൂക്ക 24:13-35 എന്ന ആപ്തവാക്യമാണ് ഈ വർഷത്തെ ആഗോള പ്രേക്ഷിത ഞായറിന് 2023 ഒക്ടോബർ 22 നാം ആചരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വചനത്തിലും അപ്പം മുറിക്കലിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ എമ്മാവുസിലേക്ക് പോയ ആ 2 ശിഷ്യരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു. ഉടനെ ചലിക്കുന്ന പാദങ്ങളോടെ അവർ യെരൂസലേമിലേക്ക് തിരികെ പോവുകയും ശിഷ്യന്മാരോടൊത്തുള്ള കൂട്ടായ്മയിൽ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ മാനസാന്തരത്തിലേക്കും വിശ്വാസ പ്രഖ്യാപനത്തിലേക്കും സഭാ കൂട്ടായ്മയിലേക്കുമുള്ള തിരികെ നടത്തത്തിനുമാണ് മിഷൻ ഞായർ നമ്മെ ക്ഷണിക്കുന്നത്. 2023 വർഷത്തിൽ ഒക്ടോബർ മാസത്തിലുള്ള മറ്റൊരു പ്രത്യേകത സിനഡാത്മകതയെ കുറിച്ചുള്ള സാർവത്രിക സഭയിലെ മെത്രാന്മാരുടെ സിനഡിന്റെ 1-ാം ഭാഗം 2023 ഒക്ടോബർ മാസം 4-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ റോമിൽ വച്ച് നടക്കുന്നു എന്നതാണ്. അതിനൊരുക്കമായി സെപ്റ്റംബർ മാസം 30-ാം തീയതി മുതൽ സിനഡ് പിതാക്കന്മാർ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ അവസരത്തിൽ മെത്രാന്മാരുടെ സിനഡിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും സിനഡിന് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ സെക്രട്ടറി ജനറൽ കർദിനാൾ മാരിയോ ഗ്രേക്കും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, പ്രാർത്ഥനയില്ലെങ്കിൽ സിനഡില്ല. പ്രത്യേകിച്ചും 2022 ഒക്ടോബറിലെ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം അത് പറഞ്ഞുള്ളതായിരുന്നു. സിനഡിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെ കുറിച്ച് കർദിനാൾ ഗ്രേക്ക് മെത്രാന്മാർക്ക് എഴുതിയിട്ടുള്ള കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. പ്രാർത്ഥന ഒന്നാമതായി ശ്രവണമാണ്. ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും ശ്രവിക്കണം. 2, പ്രാർത്ഥന ആരാധനയാണ്. 3, പ്രാർത്ഥന മധ്യസ്ഥത വഹിക്കലാണ്. 4, പ്രാർത്ഥന നന്ദി പ്രകാശനമാണ്. ഇപ്രകാരമുള്ള പ്രാർത്ഥന വഴി ദൈവജനം മുഴുവൻ സിനഡിൽ പങ്കുചേരുന്നു. സീറോ മലബാർ സഭയിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവും അഭിമന്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവും ഞാനും ഈ സിനഡിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു സിനഡാത്മക സഭയ്ക്ക് വേണ്ടി കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിത ദൗത്യം എന്നതാണ് സിനഡിൽ മെത്രാന്മാര് ചർച്ചാ വിഷയമായി നൽകിയിട്ടുള്ളത്. യേശു മൂലക്കല്ലും അപ്പസ്തോലന്മാർ അടിത്തറയുമായി പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ട ഭവനമായ സഭയിലെ അംഗങ്ങളായ ദൈവജനമായ നാം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:19-22, യേശുവിനോട് ചേർന്ന് ഒരുമിച്ച് നടക്കാനുള്ള ക്ഷണമായിട്ടാണ് സിനഡിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. ശിരസും തായ്തണ്ടും ഇടയനും മൂലക്കല്ലും മണവാളനുമായി ബൈബിളിൽ സഭയെക്കുറിച്ച് കാണുന്ന അങ്ങനെയാണ്. മണവാളനുമായ യേശു ക്രിസ്തുവിന്റെ സഭ ആത്യന്തികമായി ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ്. അങ്ങനെ ദൈവജന കൂട്ടായ്മയായി സഭയിലെ അംഗങ്ങളായി നാം ബൈബിളിൽ വായിക്കുന്നത് പോലെ ശിരസായ യേശുവിന്റെ അവയവങ്ങളും തായ്തണ്ടായ യേശുവിന്റെ ശിഖരങ്ങളും ഇടയനായ യേശുവിന്റെ അജഗണവും മൂലക്കലായ യേശുവിന്റെ ഭവനവും മണവാളനായ യേശുവിന്റെ മണവാട്ടിയുമാണ്. അതാണ് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായി സഭയെ യേശു വിഭാവന ചെയ്തിരിക്കുന്നത്. പങ്കുവെക്കുന്ന സഭ ഒരു സമൂഹമായിട്ടാണ് സഭയെ വിഭാവന ചെയ്തിരിക്കുന്നത്. ഈ സഭയെ നയിക്കുന്നത്
പരിശുദ്ധാത്മാവാണ്. പ്രേക്ഷിത ദൗത്യവുമായിട്ടാണ് ഈ സഭ സ്ഥാപിതമായിരിക്കുന്നത്. മാർക്കോസ് 16:15, 10:28-19. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുകയും സിനഡിന്റെ പ്രവർത്തന രേഖയിൽ വ്യക്തമാക്കുന്ന പോലെ ഈ സിനഡാത്മക സഭ പ്രാവർത്തികമാകുന്നതിന് വേണ്ടി നമുക്കുണ്ടായിരിക്കേണ്ട ശൈലി: 1, ശ്രവണം, ലിസണിങ്; 2, ഷെയറിങ് അല്ലെങ്കിൽ പങ്കുവയ്ക്കൽ; 3, വിവേചിച്ചറിയൽ, ഡിസേണിങ് എന്നിവയാണ്. അതിനാൽ സിനഡാത്മക ശൈലി എന്ന് പറയുന്നത് ഏകാധിപത്യമോ ജനാധിപത്യമോ അല്ല. അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന ജെറൂസലേം സൂനകദോസിന്റെ ശൈലി തന്നെയാണ് സിനഡാത്മക ശൈലി, സിനഡാത്മക സഭയ്ക്കും ഉണ്ടാകേണ്ടത്. ആദിമസഭയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോൾ അവർ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള അപ്പോസ്തല സമൂഹത്തെ സമീപിച്ചു. അവിടെ അവർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാണ് അവർ തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അപ്പോസ്തല പ്രവർത്തനം 15:28 വായിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ഈ തീരുമാനം പത്രോസിന്റെ നേതൃത്വത്തിലുള്ള അപ്പോസ്തല സമൂഹം പ്രഖ്യാപിച്ചപ്പോൾ അത് സഭ അംഗങ്ങൾ മുഴുവൻ സ്വീകരിച്ചു. ഇതാണ് സിനഡാത്മക ശൈലി. KCBC ആഹ്വാനം ചെയ്ത സഭാ നവീകരണ പദ്ധതിയിൽ ഇപ്പോൾ ദിവ്യകാരുണ്യ കോൺഗ്രസിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നവീകരണ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായി 2023 ഒക്ടോബർ 1 മുതൽ ഡിസംബർ 3 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ എല്ലാ ഇടവകളെയും സന്യാസ ഭവനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അഖണ്ഡ ദിവ്യകാരുണ്യ ആരാധന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെയും ഇടവകളുടെയും അതിരൂപതയുടെയും സഭയുടെയും ആത്മീയ ജ്വലനം പ്രത്യേക നിയോഗമായി എടുത്ത് നാം ആരാധന നടത്തുകയാണ്. നിങ്ങളുടെ ഇടവകയ്ക്കോ സന്യാസ ഭവനത്തിനോ സ്ഥാപനത്തിനോ ആരാധനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസം താമസിയാതെ നിങ്ങൾ അറിയിക്കുന്നതാണ്. നിശ്ചയിക്കപ്പെട്ട ദിനത്തില് ഇടവക, ഫൊറോന, സമർപ്പിത സമൂഹ, അതിരൂപത തലങ്ങളിൽ സെമിനാർ, ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം തുടങ്ങിയവയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിരൂപത തലത്തിലുള്ള ആചരണം 2023 ഡിസംബർ 3 ഞായറാഴ്ചയായിരിക്കും നാം നടത്തുക. അതിന്റെ വിശദ വിവരങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. നാം നമ്മുടെ അതിരൂപതയുടെ 4ാമത്തെ മെത്രാനായിരുന്ന മാർ ജോർജ് ആലപ്പാട്ട് പിതാവിന്റെ ഈ 50ാം ചരമവാർഷികം അടുത്ത നവംബർ 6 പ്രത്യേകം ആചരിക്കും. അഭിയുന്ന പിതാവ് 1900 ഫെബ്രുവരി 11 കരാഞ്ചിറയിൽ ജനിച്ചു. അദ്ദേഹം സെന്റ് തോമസ് കോളേജിൽ ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു. റോമിലെ പ്രൊപ്പഗാന്ത കോളേജിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ അഭിയുന്ന പിതാവ് 1927 ഡിസംബർ 17 വൈദികനായി. 1944 മെയ് 1 തൃശ്ശൂർ രൂപതയുടെ മെത്രാനായി അദ്ദേഹം അഭിഷിക്തനാക്കപ്പെട്ടത്. നമ്മുടെ രൂപതയുടെ ബഹുമുഖ വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്തുലങ്ങളാണ്. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ രജത ജൂബിലി സ്മാരകമായി ആരംഭിച്ചതാണ് നമ്മുടെ ജൂബിലി മിഷൻ ആശുപത്രി. 1970 രൂപതാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ച അദ്ദേഹം 1973 നവംബർ 6 ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് കരാഞ്ചിറയിലുള്ള വിശുദ്ധ 10-ാം പിയൂസിന്റെ കപ്പേളയിലാണ്. അഭിമന്യ പിതാവിന്റെ ഭാവനാത്മാവിന് നിത്യശാന്തി നേരുന്നു. നവംബർ 6 കരാഞ്ചിറ മഠത്തിലും ഉച്ചകഴിഞ്ഞ് തൃശ്ശൂർ ലൂർദ് പള്ളിയിലും കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏവരെയും പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയാണ്. നാമകരണ നടപടികളുടെ ഭാഗമായി ധന്യൻ എന്ന് വിളിക്കപ്പെട്ട തൃശ്ശൂർ രൂപത വൈദികനായിരുന്ന അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 67ാം ചരമവാർഷികം 2023 ഒക്ടോബർ 13 ചൊവ്വന്നൂരിൽ വെച്ച് സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടക്കുകയാണ്. പ്രാർത്ഥനാ നിർഭരവും സാഹോദര്യം നിറഞ്ഞതുമായ ജീവിതത്തിലൂടെ കാലഘട്ടത്തിനനുസൃതമായി വിശുദ്ധാനുകരണത്തിന്റെ പുതിയ വഴികൾ തുറന്നു തന്ന ചാരിറ്റി സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകനായ ഈ പുണ്യപിതാവ് നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്.
ശ്രാദ്ധ ദിനത്തിലും മറ്റു തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്ത് ഈ ധന്യാത്മാവിന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ കൃപയ്ക്കായി ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം തേടി നമുക്ക് അപേക്ഷിക്കാം. മെത്രാന്മാരുടെ സിനഡിന്റെ വിജയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.